പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന 9ാം എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രാജ്യം വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. അതിൽ വഖഫ് നിയമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ കർണാടകയിലുള്ള പഴയ ഹുബ്ലി, ഇപ്പോൾ അതിന് ഹുബ്ബള്ളി എന്നാണ് അറിയപ്പെടുക. ഹുബ്ലി കോർപ്പറേഷനിൽ അതിൻ്റെ കേന്ദ്രഭാഗത്തായിട്ട് ഏതാണ്ട് 8-10 ഏക്കർ വരുന്ന ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് കോർപ്പറേഷൻ്റെ സ്ഥലമായിരുന്നു. ഈദ് നമസ്കാരത്തിനും അതുപോലെയുള്ള മറ്റ് വിശേഷ ദിവസങ്ങളിലും മുസ്ലിങ്ങൾക്ക് ആരാധനയ്ക്കായിട്ട് ആ സ്ഥലം അനുവദിച്ചെന്ന് പറഞ്ഞാൽ അവർക്കത് ആരാധന നടത്താം, പോകാം. ഇപ്പോൾ കോർപ്പറേഷൻ്റെ പരിപാടികളൊക്കെ അവിടെ നടക്കും. അങ്ങനെ പൊതുസ്ഥലമായിട്ട് കിടന്ന ആ സ്ഥലത്ത് അതിന് അവിടെ ചേർന്നൊരു മോസ്ക് എപ്പോഴോ പണിതിട്ടുണ്ടായിരുന്നു. അത് എനിക്കൊന്ന് ടിപ്പു സുൽത്താൻ്റെ കാലത്തോ അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു ചെറിയ മോസ്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ചുറ്റുവട്ടത്ത് റോഡിനോട് ചേർന്ന് കടകൾ, താൽക്കാലികമായ കടകൾ ഒരുപാട് ഉയർന്നു വന്നു. അതിന് പ്രത്യേകമായിട്ടുള്ള അനുവാദങ്ങളൊന്നും കോർപ്പറേഷൻ്റെ വാങ്ങിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു സമയം പൊതുജനങ്ങൾ ഈ ഒരു രീതിയെ എതിർത്തു. ഈ സമ്പ്രദായം ശരിയല്ല, പൊതു സ്ഥലം അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്നൊരു സംഘർഷം ഉണ്ടായി. കൂടാതെ അവിടെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ പാകിസ്ഥാൻ്റെ ഒരു പതാക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റേതുപോലെ തോന്നിക്കുന്ന ഒരു പതാക അവിടെ ഉയർത്തപ്പെടുകയും അവിടുത്തെ ദേശീയ ഗാനം ജനഗണമന നബിനായക ജയഹേ എന്ന് പറഞ്ഞ് ആക്കി തിരുത്തി പാടുകയും ചെയ്തു. വളരെ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ആ രാജ്യത്തിൻ്റേതല്ലാത്തൊരു പതാക അവിടെ ഉയർത്തുക, ദേശീയ പതാക ഉയർത്തുന്നതിന് ഒരു തടസ്സം നിന്നു. അതായത് ബൈ യൂസർ, ഉപയോഗം കൊണ്ട് വഖഫിൻ്റേതായിട്ടുള്ള ഒരു സ്ഥലത്ത് ദേശീയ പതാക ഉയർത്താൻ പാടില്ല, അത് മത നിയമങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് അവിടെ തടസ്സം സൃഷ്ടിച്ചു. സംഘർഷമുണ്ടായി, വെടിവെപ്പുണ്ടായി, കുറച്ച് പേര് മരിച്ചു. അസൽ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ പറയുന്ന ഗ്രൗണ്ട് ഇല്ലെങ്കിലും അവർക്ക് ആവശ്യത്തിനുള്ള ആരാധനാലയങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ പൊതുസ്ഥലം കൈയടക്കുക, അവിടെ ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു രീതി പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളോ ന്യായങ്ങളോ നമുക്കിപ്പോൾ പറയാൻ പാടില്ല. എങ്കിലും അതിനെ സംബന്ധിച്ച് ഒരുപാട് 500 കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ പുൽവാമയിലുണ്ടായിരുന്ന പ്രശ്നം, പുൽവാമയിൽ ഏതാണ്ട് 5-6 വർഷത്തിന് മുമ്പാന്ന് തോന്നുന്നു നമ്മുടെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ അവർക്കൊരു സ്വയംഭരണ അവകാശം, ഇന്ത്യയിലെ യൂണിയൻ പാസ്സാക്കുന്ന നിയമങ്ങളൊന്നും അവിടെ ബാധകമല്ല, എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് പറയുക. അവർ പ്രത്യേകമായിട്ട് നിയമം ഉണ്ടാക്കുക. പക്ഷേ അവിടുത്തെ പട്ടാളം, അതായത് നമ്മുടെ ഡിഫൻസിൻ്റെ ഉത്തരവാദിത്വം, അങ്ങനെയുള്ള വിദേശ ബന്ധങ്ങൾ, ഇതൊക്കെ യൂണിയൻ ഗവൺമെൻറ് നിർവഹിക്കുകയും ബാക്കി അവിടെ കാശ്മീരികൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പോവുകയും ചെയ്യാൻ. എനിക്കറിയാം 1999 തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ അവിടുന്ന് അടിച്ചോടിച്ച് അവരുടെ എല്ലാ സ്വത്തുക്കളും വകകളും എല്ലാം കൊള്ളയടിച്ച് അവരുടെ വീടുകളൊക്കെ അവർ സ്വന്തമാക്കി. ഓടിപ്പോകാൻ വിസമ്മതിച്ചവരെ എതിർത്ത് നിന്നവരെ കൊന്നുകളഞ്ഞു. എത്രയോ പേരെ കൊന്നുകളഞ്ഞു. അവരൊക്കെ ഇപ്പം വന്ന് ഡൽഹിയിലെ തെരുവുകളിലൊക്കെ താമസിക്കുകയാണ്. അവർക്ക് തിരിച്ചു പോകാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ 370 എടുത്തു കളഞ്ഞത് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യ യൂണിയൻ്റെ ഒരു ഭാഗമാണ്, ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയായത് ജമ്മു കാശ്മീരും ലഡാക്കും. അപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ആർക്കും ഇന്ത്യൻ പൗരന്മാർക്ക് പോയി താമസിക്കാമെന്ന് പറയുന്നത് പോലെ കാശ്മീരിലും പോയി താമസിക്കാനും തൊഴിൽ ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഇത് കാശ്മീർ ജനതയോടുള്ള ഒരു വെല്ലുവിളിയാണ്, ഭരണഘടനയോടുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. സാധാരണക്കാർ മാത്രമല്ല, സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ വരെ ഈ ഭരണഘടനാ തത്വം പൊക്കി പിടിച്ചോണ്ടേ മുന്നോട്ട് വന്നു. ചിലർക്ക് ഭരണഘടന IAS കിട്ടിയവരൊക്കെ IAS ഉപേക്ഷിച്ചു, IPS കിട്ടിയവർ അത് ഉപേക്ഷിച്ചിട്ട് കാശ്മീർ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ ജീവനങ്ങ് മാറ്റിവെക്കുക. ആലോചിച്ച് നോക്കണം. ഒരു രാജ്യത്ത് ജീവിക്കുകയും അവിടുത്തെ ഭരണ സംവിധാനങ്ങളിലെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുകയും ചെയ്തിട്ട് വിഘടിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം, അവർക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് എന്തൊരു അപാകത നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികതയില്ല. നമ്മൾ ജനിച്ച ഒരു ഇന്ത്യക്കാരന് ഇന്ത്യക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ടോ ഒക്കെ ഇത് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് അത്രയൊന്നും ശരിയല്ലാത്ത ഏതെങ്കിലും ഒരു സംവിധാനത്തോടോ ഒരു സമരത്തോടോ ഒക്കെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. കേന്ദ്രഭരണ പ്രദേശമായിട്ട് കുറച്ച് നാൾ നടന്നു. അവിടുത്തെ അക്രമങ്ങളും കലാപങ്ങളും ഒക്കെ കുറേയെല്ലാം അടങ്ങി, ഭീകരവാദങ്ങളൊക്കെ കുറേ അടങ്ങി, ടൂറിസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് ചെല്ലാൻ തുടങ്ങി. ആ നാട്ടിലെ ജനങ്ങൾക്ക് സാമ്പത്തികമായ നല്ല ഉന്നമനം ഉണ്ടായി, ധാരാളം ടൂറിസ്റ്റുകൾ ചെല്ലുന്നു. ഇപ്പോൾ കാശ്മീർ പുരോഗതിയിലേക്ക് വരികയും കാശ്മീരിലെ ജനത ഇന്ത്യയോട് അടുക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം
വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം കാശ്മീർ അവരുടേതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. കാശ്മീരുകാരാകട്ടെ അവർക്ക് സ്വന്തം ഒരു പ്ലീബിസിറ്റ് റെഫറൻഡം എന്ന് പറഞ്ഞത് ഒരു സ്വയംഭരണാവകാശം വേണമെന്ന് പറഞ്ഞ് അവിടെ കുറച്ചാൾ അവർ വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഈ പാകിസ്ഥാന് നോട്ടമുള്ള സ്ഥലമാണ് കാശ്മീർ. അതിലെ നമ്മുടെ ഒരു ഭാഗം അവരിപ്പോൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നാണ് നമ്മൾ പറയുന്നത്, POK എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്ഥിതി അംഗീകരിക്കാൻ പറ്റാത്ത കുറേ ആളുകൾ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട്. രാഷ്ട്രീയ കക്ഷികളും മതസംഘടനകളും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനോട് ഇടയ്ക്കൊരു കാര്യം ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, 1971 ബംഗ്ലാദേശ് വിമോചനം നടന്നപ്പോൾ ഏതാണ്ട് 93,000 പാകിസ്ഥാൻ പട്ടാളക്കാരെ കീഴടങ്ങി. എങ്ങനെയാണ് ആ യുദ്ധം നമ്മൾ അവസാനിപ്പിച്ചത്? അപ്പോൾ കീഴടങ്ങി ബംഗ്ലാദേശ് സ്വതന്ത്രമായി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. ബംഗബന്ധു മുജീബുർ റഹ്മാൻ ആ രാഷ്ട്രത്തിൻ്റെ പിതാവായിട്ട് അവർ അവരോധിച്ചു. അപ്പോൾ ഈ 93,000 പട്ടാളക്കാരെയും നമ്മൾ വിട്ടുകൊടുക്കുകയാണ് യാതൊരു ഉപാധികളും ഇല്ലാതെ. അപ്പോൾ ഈ കാശ്മീർ പ്രശ്നം അവിടെ നിൽക്കുകയാണെന്ന് ഓർക്കണം. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ആ പ്രദേശം അവർ കൈവശം വെക്കുകയും അവിടെ ഭീകരരുടെ ഒളിത്താവളങ്ങളും പരിശീലന കേന്ദ്രങ്ങളും നടത്തുകയൊക്കെ ചെയ്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതി നമ്മൾ എന്നും ശല്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജവാന്മാരുടെ ജീവിതം, എത്ര പേരുടെ ജീവിതം നമ്മൾ നഷ്ടപ്പെട്ടു. ഓരോ ദിവസവും ബോംബ് പൊട്ടലും ഗ്രനേഡ് എറിയലും വെടിവെപ്പൊക്കെ ആയിരുന്നു. അന്ന് ചെയ്യാൻ വരുന്നൊരു കാര്യമാണ്. 93,000 പട്ടാളക്കാരെ തിരിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ പ്രദേശം നമ്മൾ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുക. അത് ചെയ്യാതെ അന്ന് നമ്മൾ വലിയ ഒരു മഹാമനസ്കത കാണിച്ച് പട്ടാളക്കാരെ തിരിച്ചു വിട്ടു. അതേ പട്ടാളക്കാരിൽ നിന്ന് ഇപ്പോൾ അവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവിടെ ഭീകരവാദികളെ ഭീകരപ്രവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടേതായ ചില വീഴ്ചകൾ, നമ്മൾ ജനാധിപത്യമാണ് മതേതരത്വമാണെന്ന് പറഞ്ഞു വെറുതെ മേനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ ഒരു ആത്മാഭിമാനവും കാക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മളോടൊന്ന് ശത്രുതയിൽ കഴിയുന്ന നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന ചൈന, ആ ചൈനയ്ക്ക് UN അംഗത്വം കൊടുക്കാനായിട്ട് നമുക്ക് വലിയ താല്പര്യമായിരുന്നു. UN അംഗത്വം എന്നല്ല, അവിടെ രക്ഷാസമിതിയിൽ അതിലെ വീറ്റോ പവറുള്ള ഒരു രാജ്യമായിട്ട് ചൈനയെ മാറ്റണം എന്നുള്ള നമ്മുടെ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ചൈന ആ വീറ്റോ പവറുള്ള ആ ഒരു ഇതിലേക്ക് കടന്നുകൂടി. ഇങ്ങനെ നമ്മൾ ചില അബദ്ധങ്ങൾ നമ്മുടെ മഹാമനസ്കത കൊണ്ടാണ് നമ്മൾ ചിന്തിക്കും നമ്മൾ മഹാമനസ്കരാണ്, നമ്മൾ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല. ഇന്ത്യ രാജ്യം ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന ഇന്നിപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ, അഫ്ഗാനിസ്ഥാൻ, ഇന്തോനേഷ്യ, ഇതൊക്കെ ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു. അറബികൾ അൽ ഹിന്ദ് എന്ന് പറയുന്നത് ഹിമാലയ മുതൽ കടൽ വരെ നീട്ടി കിടക്കുന്ന ഭൂപ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് അൽ ഹിന്ദ് എന്ന് പറയുന്നത്, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രം നിലനിൽക്കെ കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം ആ ഒരു സ്ഥാനം എടുത്തു കളഞ്ഞു എന്നുള്ളത് അത് നമുക്ക് ഇന്ത്യക്കാർക്ക് അത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുറേ കാലത്തിന് ശേഷം അത് ഇന്ത്യൻ രാജ്യത്തോടെ യൂണിയനോട് ചേരണം എന്നുള്ളത്. പുൽവാമയിലെ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യർക്കും വലിയ വിഷമമുണ്ടായി. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ആ പ്രദേശം കാണാനായിട്ട് ചെന്നു. അവരെ അവിടെ വെടിവെച്ച് കൊല്ലുകയാണ്. അവർ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്തത് കൊണ്ട് മാത്രം ഒരു തെറ്റും ചെയ്യാത്ത അവരെ വെടിവെച്ച് കൊന്നു എന്നുള്ളത് വലിയൊരു സങ്കടം, വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളതിന് പ്രതികരിക്കാതിരിക്കാൻ ഒക്കുകയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിച്ച് ഏറ്റവും സംയമനത്തോടുകൂടിയാണ്. നമ്മൾ ഒരുപാട് ചില കരാറുകൾ ഉണ്ടാക്കിയിരുന്നു. ഒന്നത് സിംല എഗ്രിമെൻ്റാണ്. സിംല എഗ്രിമെൻ്റുണ്ട്. പിന്നെ നമ്മൾ നദീജലം പങ്കിടുന്ന ഒരു കരാർ 1960 ഇൻഡസ് വാലി എഗ്രിമെൻറ്റ്, ഇൻഡസ് റിവർ എഗ്രിമെൻറ്റ്, ഷെയറിംഗ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഈ ദേശാസന്ധികളിലൊക്കെ ഇന്ത്യ രാജ്യം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായി. വിട്ടുവീഴ്ചകൾ മാത്രമല്ല, വളരെ ഉദാര മനസ്സോടുകൂടി നമ്മൾ ഈ രാജ്യങ്ങളെ നമ്മളിൽ നിന്ന് നമ്മുടെ സഹോദര രാജ്യങ്ങളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും നേപ്പാളും ഒക്കെ അവരെയൊക്കെ അവരുടെ എല്ലാം ബുദ്ധിമുട്ടുകളിൽ, അവരുടെ എല്ലാം ദുരിതങ്ങളിൽ, അവിടെയൊക്കെ എന്തെങ്കിലും കാലാവസ്ഥാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി കലാപറ്റുകൾ ഉണ്ടാകുമ്പോൾ അവർക്കെല്ലാം സഹായിച്ചു കൊടുക്കുന്ന രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്തെ നിലനിൽക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ ഈ രാജ്യങ്ങൾ, നമ്മൾ സഹായിക്കുന്ന രാജ്യങ്ങൾ നമ്മളെ അടിവേറളക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അത് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിച്ച് വെക്കും. അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതികരണങ്ങളുണ്ടായി. ആ പ്രതികരണങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്നെ കേട്ടിരിക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കണം. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇത്. ആരുടെയോ കാര്യമാണ്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് ഇതിനകത്തൊരു പങ്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 1000, 1200 വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും മുഹമ്മദ് ഗസ്നിയോ ഗോറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ വിദേശാധിപത്യത്തിന് കീഴിൽ പോയ പോലെ ഏതെങ്കിലും ഒരു ആധിപത്യത്തിന് കീഴിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ആ പൗരാവകാശ ബോധത്തോടെ ചിന്തിക്കുക, അതേക്കുറിച്ച് സംസാരിക്കുക, പ്രതികരിക്കുക. അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങളെ എത്തുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.